പ്രിയരെ, ഇത് പുലർകാല വിചിന്തനം. ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഉഗ്രമായ പരീക്ഷണങ്ങളെക്കുറിച്ച് ക്രിസ്തു തൻ്റെ ജീവിതത്തിൻ്റെ ഒരേടുപയോഗിച്ച് നമ്മളോട് പറഞ്ഞു തരുന്നതാണ് ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ തിരുവചനം മുതൽ. വചനം ഇപ്രകാരം പറയുന്നു: പിന്നീട് ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വച്ച് അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. 40 ദിനരാത്രങ്ങൾ അവൻ ഉപവസിക്കുകയായിരുന്നു. ആ ഉപവാസത്തിൻ്റെ ഒടുവിൽ അവന് വിശന്നു. അപ്പോൾ പിശാച് അവൻ്റെ മുൻപിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു: നീ ദൈവത്തിൻ്റെ പുത്രനല്ലേ? നീ എന്തിനാണ് ഇങ്ങനെ വിശന്നിരിക്കുന്നത്? നിനക്ക് ഈ കല്ലുകളോട് അപ്പമായി തീരാൻ പറഞ്ഞാൽ ആ കല്ലുകൾ അപ്പമായി മാറില്ലേ? നിനക്ക് വേഗം നിന്റെ വിശപ്പടക്കാനായിട്ട് പറ്റില്ലേ? ക്രിസ്തു പറഞ്ഞു: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനങ്ങൾ കൊണ്ടുകൂടിയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്കും പെട്ടെന്ന് കടന്നു വരാവുന്ന, അല്ലെങ്കിൽ ഒരാൾക്ക് അവൻ്റെ സത്യബോധങ്ങളിൽ നിന്നും ധർമ്മചര്യകളിൽ നിന്നും പെട്ടെന്ന് വഴുതി മാറുവാനായിട്ട് സാധിക്കുന്ന മേഖല അവൻ്റെ അപ്പത്തിൻ്റെ മേലുള്ള അവൻ്റെ പ്രലോഭനത്തിൽ നിന്നാണ്. നിങ്ങൾ ചുറ്റുപാടുകളിലൊന്ന് കണ്ണുയർത്തി നോക്കൂ. എല്ലാ മനുഷ്യനും കൂടുതൽ പ്രാവശ്യവും വീണുപോയിരിക്കുന്നത് അവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രലോഭനങ്ങളുടെ നടുവിലാണ്. കല്ലുകൾ അപ്പമായി മാറുക അത്ര നിസ്സാരപ്പെട്ട കാര്യമല്ല. അതിനും പ്രകൃതി ഒരു പ്രോസസ്സിങ് കൊടുത്തിട്ടുണ്ട്. കല്ലിന് അപ്പമായി മാറാനായിട്ട് പറ്റുമോ? തീർച്ചയായും കല്ലിന് അപ്പമായി മാറാനായിട്ട് പറ്റും. പക്ഷെ അതിന് പ്രപഞ്ചം ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കല്ലുകൾ താഴേക്ക് ഉരുണ്ടുരുണ്ടുരുണ്ട് അത് പൊടിയും, മണ്ണായി രൂപപ്പെടും. ആ മണ്ണിലേക്ക് ഒരു വിത്ത് സ്വീകരിക്കപ്പെടും. നനവുള്ള മണ്ണിൽ നിന്ന് വിത്ത് പൊട്ടി മുളയ്ക്കും. ഈ മണ്ണ് അതിന് വേണ്ട ജൈവാംശങ്ങളെ നൽകിക്കൊണ്ടേയിരിക്കും. ഒടുവിൽ അത് പൂവിടും, കായിടും, കനിയായി മാറും. അങ്ങനെയാണ് കല്ലപ്പമായി മാറുന്നത്. ഈ പൊടിയാനായിട്ടും ഉരുളാനായിട്ടും രൂപാന്തരീകരണം പ്രാപിക്കാനായിട്ടും കല്ലിനെ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ കല്ലിനൊരിക്കലും അപ്പമായി മാറാൻ പറ്റുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം ഒരു തടസ്സമാണെന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയാൽ നിങ്ങൾ ഏത് പ്രവൃത്തികൾക്കകത്ത് ഏർപ്പെട്ടും എല്ലാം തടസ്സമായിട്ട് മാറുകയാണ്. ഇപ്പോൾ അനേകം പേര് പറയാറുണ്ട്: ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല, കാത്തിരുന്നിട്ടും ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഇത് കല്ലിൻ്റെ മേലുള്ള പരീക്ഷണം കൂടിയാണ്. പിശാച് ക്രിസ്തുവിനെ കല്ലപ്പമാക്കി മാറ്റുവാൻ പറഞ്ഞ അതേ പരീക്ഷണമാണ് പിശാച് നിന്റെ മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഇത്ര കാലം പ്രാർത്ഥിച്ചില്ലേ, ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. നിന്റെ ജീവിതത്തിലെ മുഴുവൻ തടസ്സങ്ങളാണ്. പരീക്ഷ നീ തോറ്റുപോയിക്കൊണ്ടേയിരിക്കുന്നു, ജോലി നിനക്ക് കിട്ടാതെ പോയിക്കൊണ്ടേയിരിക്കുന്നു, എല്ലാം നിനക്ക് തടസ്സങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഈ തടസ്സങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ നീ ഒന്ന് കാത്തിരിക്കുക. ദൈവം അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുമ്പോൾ നിന്റെ മുമ്പിലെ ഈ കല്ലിനെ കർത്താവ് പൊടിച്ച് മണ്ണാക്കി മാറ്റി ആ മണ്ണിൽ ദൈവം വിത്ത് പാകി ആ വിത്തിൽ നിന്നൊരു ഫലം കർത്താവ് ഉണ്ടാക്കി, അപ്പോൾ നിനക്ക് അന്നമായി ഈ കല്ല് നിന്റെ മുൻപിലേക്ക് വരും. അതുവരെ നീ ദൈവത്തിന് മുമ്പിൽ കാത്തിരിക്കണം. എങ്ങനെ? കർത്താവിൻ്റെ അധരങ്ങളിൽ നിന്ന് പൊഴിയുന്ന ഓരോ വചനങ്ങൾ കൊണ്ടുകൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. എങ്ങനെ? നീ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ മുമ്പിൽ കാത്തിരുന്നാൽ ആ ദൈവം നിനക്ക് വേണ്ടി ഒരത്ഭുതം നിന്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കും. രണ്ടാമത്തെ കാര്യമാണ്, പിശാച് കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു: നീ ഈ കാണുന്ന ദേശം മുഴുവൻ എൻ്റെതാണ്, എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ നിനക്കിതെല്ലാം നൽകാം. മനുഷ്യൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ പ്രലോഭനമാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, സമ്പത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുറവിളി ജീവിതത്തിലുണ്ടാകുക.
അതിനുവേണ്ടി ദൈവത്തിന് നിരക്കാത്ത മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുകയും അത് സ്വന്തമാക്കുവാനായിട്ടുള്ളൊരു പ്രവണത ജീവിതത്തിൽ കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, നിന്നെ ഈ ഭൂമിയിലേക്ക് ശ്രേഷ്ഠമായൊരു ജന്മമായി ദൈവം ഈ ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ പിറവിക്ക് ഒരർത്ഥമുണ്ട്. ആ പിറവി ദൈവത്തെ മറന്നിട്ടുള്ള സമ്പാദ്യത്തിൻ്റെ പിന്നാലെ പോകുന്നതിന് വേണ്ടിയല്ല, ദൈവത്തെ മറന്നിട്ടുള്ള ശേഖരണത്തിൻ്റെ പിന്നാലെ പോകുന്നവനില്ല. തിരുവചനം പറയുന്നുണ്ട്, ശേഖരിക്കുന്നെങ്കിൽ ഈ കർത്താവിൽ ശേഖരിക്കുക, അല്ലാത്തൊക്കെ ചെതറിപ്പോകും. അപ്പം ദൈവത്തെ നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാതെ, നടുസ്ഥാനമാക്കാതെ നീ ശേഖരിക്കുന്നതൊക്കെയും നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകും. മൂന്നാമത്തെ പ്രലോഭനമാണ് നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ. മൂന്നാമത്തെ പ്രലോഭനമാണ് നീ ജെറൂസലേം ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ ഗോപുരത്തിൻ്റെ താഴേക്ക് നീ ചാടിക്കൂ, ദൈവദൂതന്മാർ നിന്നെ കയ്യിൽ പിടിക്കും. മനുഷ്യനാൽ ആദരിക്കപ്പെടാൻ, അംഗീകരിക്കപ്പെടാൻ, നീതിക്കും നിയമത്തിനും വിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെടാനുള്ള പ്രലോഭനം ഇതും ചെകുത്താൻ നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പ്രശസ്തിക്ക് വേണ്ടി, പേരിന് വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തെ മറന്ന് ചലിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവം നിന്നയായിട്ടാണ് ലോകത്തറിയപ്പെടാനായിട്ട് പോകുന്നത്. നിനക്ക് നിന്റെ ദൈവത്തിൻ്റെ ഭാഗമായി മാറണമോ? ദൈവം തക്ക സമയത്ത് നിന്നെ ഉയർത്തും. തിരുവചനം പറയുന്ന എന്താണ്? കർത്താവിൻ്റെ കരങ്ങളുടെ കീഴെ നീ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തും. അപ്പം ദൈവം നിന്നെ ഉയർത്തുന്ന ഒരു സമയമുണ്ട്. അതുവരെയും നീ കർത്താവിൻ്റെ കരങ്ങൾക്ക് കീഴെ നീ താഴ്മയോടെ നിൽക്കണം. ഒരുപക്ഷേ നിന്റെ ജീവിതത്തിലേക്ക് അപമാനം വരാം, ഒരുപക്ഷേ നിന്റെ ജീവിതത്തിലേക്ക് കണ്ണുനീര് വരാം, പ്രലോഭനം വരാം. എന്ത് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നാലും കർത്താവിൻ്റെ കരങ്ങളുടെ കീഴെ താഴ്മയോടെ നിൽക്കുവാൻ പറ്റിയാൽ അവിടെയാണ് അനുഗ്രഹം, അതാണ് അനുഗ്രഹം. അതുകൊണ്ട് ജീവിതം നിന്റെ കൺമുമ്പിലേക്ക് കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് ജീവിതത്തിൽ ഒരിക്കലും തമ്പുരാനെ മറന്നിട്ട് ഒരു ജീവിതം നിനക്കുണ്ടാകരുത്. ഒന്ന് കണ്ണടച്ച് ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രഭാതം അനുഗ്രഹത്തിൻ്റെതാകണമേ. ഒരു പൈശാചിക പ്രലോഭനങ്ങൾക്കും അടിമപ്പെടാതെ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയെ സമ്പൂർണ്ണമായി എന്നെ ഏൽപ്പിച്ച് ജീവിക്കുവാനുള്ള കൃപ നൽകണമേ. അവിടുന്ന് എൻ്റെ വഴികളെ കാത്തുകൊള്ളണമേ. ആമേൻ.